അങ്ങനെ ഞങ്ങൾ ജോധ്പൂർ എത്തി, ബസ് ഇറങ്ങി. ഈ കാണുന്ന ഹോട്ടൽ റിലാക്സിങ്ങിൽ പോയിട്ട് ടോയ്ലറ്റൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി. അവരോട് പെർമിഷൻ ടോയ്ലറ്റ് മാത്രം യൂസ് ചെയ്തു. എന്നിട്ട് എടുത്തു, നിസ്കരിച്ചു. എല്ലാം കഴിഞ്ഞ് നേരെ 6 മണി അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് നേരം വിളിച്ചിട്ട് നമ്മളെ ഫ്രണ്ട് രഞ്ജിത്തിനെ വിളിക്കണം. അവൻ്റെ റൂമിലേക്ക് അങ്ങനെ ഊബർ വിളിച്ച് പോകണമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ജോധ്പൂർ സിറ്റിയിലൂടെ, സിറ്റിൻ്റെ ഔട്ടറാണ്, ഊബർ വിളിച്ചു. ശുഭല്ല അനിൽ വിഷ്ണോയ് ആണ് ഞങ്ങൾ ഇന്നത്തെ സാരഥി. ഞങ്ങളങ്ങനെ ജോധ്പൂരിലൂടെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ രഞ്ജിത്തിന്റെ റൂമിലെത്തി ലഗേജൊക്കെ വെച്ച് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജോധ്പൂരിന്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ജോധ്പൂർ കാണാൻ ഇറങ്ങി. രാവിലെ പോയി രഞ്ജിത്തിന്റെ റൂമിൽ പോയി. രഞ്ജിത്തിന്റെ ഫാമിലി ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. ഒപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുന്ന് കുളിച്ച് മാറ്റി ഒരുങ്ങി ഫ്രഷപ്പായി. സമയം 11 മണിയായി. ഏതായാലും പെട്ടെന്ന് ഓരോന്ന് കണ്ടു തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഷോപ്പ് കണ്ടു. വണ്ടി റെഡിയിലെടുക്കാണ്. അങ്ങനെ നമ്മൾ ഈ സ്കൂട്ടി റെന്റിനെടുത്തു. 500 രൂപയാണ് ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇതിന്റെ വാടക. ഇതെടുത്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഉമൈദ് ഭവാൻ പാലസ് കാണാനാണ്. ഇന്ന് ജോധ്പൂരിലെത്തിയിട്ട് വണ്ടിയൊക്കെ വാടക എടുത്ത് കണ്ട് നമ്മൾ ഉമൈദ് ഭവാൻ പാലസ് കാണാൻ വന്നതാണ്. ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചാല് മൂഞ്ചി. ഇപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് ബന്ദാണല്ലോ, ഇന്ന് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ കാണാൻ പറ്റില്ല. ആ മലേൻ്റെ മുകളിലൊക്കെ കാണാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളങ്ങോട്ട് കയറ്റി വിട്ടിട്ടല്ലേ ഇവിടുന്ന് ഗേറ്റും വന്ന്. ബാക്കി മെഹ്റാങ് ഗഡ് ഫോർട്ടും ജസ്വന്താടെയൊക്കെയാണ് ഇന്നത്തെ ഇനി ഒരു പ്രതീക്ഷ ഉള്ളത്. ഏതായാലും ഉമൈദ് ഭവാൻ പാലസ് മൂഞ്ച സ്ഥിതിക്ക് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ മെഹ്റാങ് ഗഡ് ഫോർട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിയിൽ നമ്മൾ ജോധ്പൂരിന്റെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പഴയ സാൻഡ് സ്റ്റോണിലുള്ള ബിൽഡിങ്ങുകളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തി സംരക്ഷിച്ചു പോരുന്നുണ്ട്. വണ്ടി ട്രാഫിക്കിലെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ കിടക്കുന്ന വണ്ടിയുടെ ഗ്ലാസ്സിലെ ചളിയൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്നു. മറ്റൊരാൾ അവിടെ ടോയ്സ് കച്ചവടം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. മെഹ്റാങ്ഗഡിന്റെ മല കയറുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് മെഹ്റാങ് ഗഡ് ഫോർട്ടിന്റെ ചിത്രം മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഭയങ്കര പടുകൂറ്റനായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരത്തിന്റെ പണി തുടങ്ങിയത്. ശേഷം 17-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഇതിന്റെ പണി പൂർത്തിയായത്. റാവു ജോധ എന്നൊരു ഭരണാധികാരിയാണ് ഇത് പണി തുടങ്ങിയത്. ഈ ഫോർട്ട് ഇപ്പോഴും റോയൽ ഫാമിലിന്റെ അണ്ടറിൽ തന്നെയാണ്. അവരൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അവരാണ് ഇത് സംരക്ഷിച്ച് പോരുന്നത്. റമ്മി ഏതായാലും ഓഡിയോ ഒക്കെ എടുത്തിട്ട് അത് പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരും. ഞങ്ങൾ ഒന്നേ എടുത്തുള്ളൂ. അപാരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണിത്. 200 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി. 180 രൂപ മറ്റേ ഓഡിയോ നോട്ടിനും കൊടുക്കണം. അപ്പൊ നല്ല വിശപ്പുണ്ട്. അപ്പൊ കേറുന്നതിന്റെ മുമ്പ് ഒരു പിസയും കുപ്പി വെള്ളം ഒന്ന് വാങ്ങാണ് വിചാരിച്ചു. വെറുതല്ല റമ്യ വിശക്കണത്. എന്തുകൊണ്ടാ? സമയം എത്രയായി? ചോറിക്കണ നേരാണ്, അതുകൊണ്ടാ. എന്നിട്ട് ഇന്നത്തെ ഒന്നും തുടങ്ങിയിട്ടില്ല. ഉമൈദ് ഭവാൻ മൂഞ്ചി. അങ്ങനെ ഞങ്ങൾ പിസ്സ വാങ്ങി. ഞാൻ പിസ്സ കഴിക്കട്ടെ. പണ്ട് ജയ്പൂരും ജോധ്പൂരും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ അന്ന് അവിടെ നടന്ന വെടിവെപ്പിന്റെ അടയാളങ്ങളൊക്കെ ഇപ്പോഴും അതിന്റെ ചുമരുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്മരണക്കായിട്ടാണ് ആദ്യത്തെ ഗേറ്റായ ജയ് പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കടന്നെത്തുന്നത് ഇതുപോലുള്ള ഒരു നടുമുറ്റത്തേക്കാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഈ മെഹ്റാങ് ഗഡ് ഫോർട്ട് ഉണ്ടാക്കിയതിന്റെ പിന്നിൽ പക്ഷെ ഇവിടെ ഇത് വലിയ കാടിരുന്നത് മനുഷ്യനല്ലേ കാട്ടിലെ. അതൊരു ബാബയായിരുന്നു ഇതേപോലെ സന്യാസി. അയാൾ സമ്മതിച്ചില്ല. ഇവിടെ കോട്ടപ്പനയാണ്. അയാളുടെ കുറെ നേർക്ക് പറഞ്ഞാൽ സമ്മതിച്ചില്ല. അവസാനം ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അയാൾ ഇവിടുന്ന് പിടിച്ച് ഇറക്കിയിട്ടാണ് രാജാവ് അന്ന് അയാൾ ക്ഷമിച്ചു. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ആൾക്കാർക്ക് ഒരിക്കലും വെള്ളം കിട്ടൂലാണ്. അതുകൊണ്ടാണ് ഇത് പിന്നെ മരുഭൂമിയ ഇത് വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം കിട്ടാത്തത്. കുറേ കാലം വെള്ളം കിട്ടാതെ വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
സിമെന്റ് പോലും കണ്ടുപിടിക്കാത്ത ആ കാലത്ത് ഇതുപോലൊരു കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ കഴിവും ദീർഘവീക്ഷണവും എന്തായിരിക്കും. ഈ കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നരബലി നടന്നിട്ടുണ്ട്. ആ നരബലിയെ കുറിച്ചുള്ള കഥയാണ് ഇവിടെ റെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഒരു മനുഷ്യൻ, ആ ശ്രീറാം മോത്തിലാൽ, കണ്ടോ, ആ മനുഷ്യനെ സ്വയം ജീവനോടെ അയാള് കുഴിച്ചു മൂടാൻ അയാൾ ശ്രമിച്ചു. അത് ജീവനോടെ അയാളെ കുഴിച്ചു മൂടിയ സ്ഥലമാണത്. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ കോട്ട പിന്നെ പണിതത്. അപ്പൊ അയാളെ ഫാമിലിക്കൊക്കെ ഇപ്പോഴും ഈ രാജകുടുംബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജോലിയോ അവർ നോക്കുന്നൊക്കെ ഇപ്പോഴും ഈ രാജകുടുംബാണ്. ഏഴ് ഗേറ്റുകളിൽ മറ്റൊരു ഗേറ്റാണ് ലോഹാപോൾ, അയൺ ഗേറ്റ്, ഇരുമ്പ് ഗേറ്റ് എന്നൊക്കെ പറയും. ഇതും ഒരുപാട് ഇരുമ്പിന്റെ മുള്ളു പോലുള്ള ആണികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് ആനകളൊക്കെ വന്ന് ഇടിക്കുമ്പോൾ അവർക്ക് മുറിയേൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു സംവിധാനമാണ്. ഇത് കടന്നിട്ട് വേണം കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാൻ. ഇനി ഒരു ഗേറ്റും കൂടെ ഉണ്ട് ഉള്ളില്. അടിപൊളി. അവിടെയൊക്കെ അതിലൊക്കെ ആൾക്കാർ അടിപൊളി തേച്ചിക്കണേ. ഇതെന്താടി? പണ്ട് കാലത്ത് സതി ചെയ്ത പെണ്ണുങ്ങളെ കൈയാണ് അവിടെ പറ്റി. ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോയി മരിക്കുമ്പോ സദ്യല്ലത്, സദ്യയാണ് തീ ചടി മരിക്ക്. അല്ലല്ല, ഈ സതി എന്നല്ല പറയാ, ജൗഹർ. അത് വേറെ, അത് വേറെ. ഇത് സതി. സതി എന്നാ ഭർത്താവ് മരിക്കുമ്പോ. ശരിയാ, ഭർത്താവ് മരിച്ചിട്ടല്ല. ശരിയാ. മറ്റേത് ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ട്. സ്വയം ചാടി മരിച്ചത്. ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യമാര്. കോട്ടയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ താഴെ നമ്മൾ പുറത്ത് കണ്ട അതുപോലെ ഒന്നുമല്ല. താഴെ ഒരു കോട്ടയായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊരു കൊട്ടാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബാൽക്കണികളും ജനാലകളും ഒക്കെ ആയിട്ട് കൊത്തുപണികളൊക്കെ ആയിട്ട് റെഡ് സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു അതിബൃഹത്തായ ഒരു കൺസ്ട്രക്ഷൻ ഏകദേശം 400-500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയതാണ് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ശൃംഗാർ ചൗക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് പല്ലക്വീൻസിന്റെ ഏരിയയിലെത്തി. മഞ്ചല്, രാജാക്കന്മാരെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നതിന് മഞ്ചല്, പല ടൈപ്പ് മഞ്ചലുകൾ കൊണ്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് ആനന്റെ മുകളിൽ യാത്ര ചെയ്യാൻ ഉണ്ടാക്കിയിട്ടൊരു സാധനമാണ്. മുന്നിൽ രാജാവ് ഇരിക്കും, ബാക്കില് ശരി സ്വർണ്ണാണല്ലോ. 18-ാം നൂറ്റാണ്ടിലത്തെ സാധനം. ഷാജഹാന് ഇതെങ്ങനെ കാണാത്ത രീതിയാണ്. പെണ്ണുങ്ങള് ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസോട് രാജപുത്തൻസും അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് പണ്ട് 1800 രാജമാതാന്റെ മുഖം കണ്ടില്ല. പക്ഷെ എന്നിട്ട് ലണ്ടനിൽ ഒരു റോൾസ് റോയ്സിലൊക്കെയാണ് സഞ്ചരിച്ചത്. അങ്ങനെ ലണ്ടനിൽ പോയി വന്നപ്പോൾ ലണ്ടനിൽ ഇതേപോലെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ നോക്കി ഫോട്ടോ എടുക്കാറില്ല. പക്ഷെ അവസാനം കിട്ടിയത് വേറെ ആംഗിളിൽ ഫോട്ടോ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്തു. ഇത് അവിടുത്തെ ലണ്ടനിലെ ടാബ്ലോയ്സ് ഒക്കെ പ്രിന്റ് എടുത്തു. പക്ഷെ ഇവരെല്ലാ പേപ്പറും വാങ്ങിച്ചു. അന്നത്തെ എല്ലാ പേപ്പറും വാങ്ങിച്ചിട്ട് കത്തിച്ചോ. അങ്ങനെ അതുപോലെ പടങ്കാലം പോലെ പെണ്ണുങ്ങൾ കാണിച്ചിട്ടില്ല. ഇത് ദൗലത് ഖാന എന്ന് പറഞ്ഞ ഏരിയയാണ്. റെഡ് സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിളും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിന്റെ ഒട്ടനേകം നടുമുറ്റങ്ങളിൽ ഒരു നടുമുറ്റമാണ് ഈ ദൗലത് ഖാന. അങ്ങനെ നമ്മൾ മറ്റൊരു മ്യൂസിയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പല്ലക്കാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇത് ഗുജറാത്തിനോട് യുദ്ധം ചെയ്തിട്ട് ജോധ്പൂരിലെ രാജാവ് തിരിച്ചു വന്നത് ഈ ഒരു പല്ലക്കിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. പണ്ട് കാലത്ത് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വാള്, കത്തികള്, കുന്തം, അങ്ങനത്തെ പല സാധനങ്ങൾ ഇവിടെ പല മ്യൂസിയങ്ങളിലായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ സെക്യൂരിറ്റി റീസൺ എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ ട്രൈപോഡൊന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിരാശയിലാണ് ഇപ്പൊ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർട്ടിന്റെ പ്രധാന ഭാഗങ്ങളായ ശീഷ്
ശീഷ് മഹൽ, ഫൂൽ മഹൽ, താഖത്ത് വില്ലാസ് ഇതെല്ലാം പോകണം എന്നുണ്ടെങ്കിൽ ഈ കോണി മുഴുവൻ കയറണം. ശീഷ് മഹൽ, ശീഷ് എന്ന് പറഞ്ഞാൽ മിറേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു റൂമാണിത്. ഇങ്ങനത്തെ കുറെ റൂമുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ലൈറ്റ് ഒരൊറ്റ ഷാൻലിയർ ലൈറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഫുള്ള് റിഫ്ലക്ഷൻ. ഇതാണ് ഫൂൽ മഹൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൂമിലെ മിക്ക ഭാഗങ്ങളും സ്വർണം പൂശിയതും പിന്നെ അതേപോലെ വെള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അഹമ്മദാബാദിൽ നിന്നാണ് ഈ സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്നതെന്നാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. താഴെന്ന് കാഴ്ചകളൊക്കെ കണ്ട് കയറി വരുന്നത് ഇതുപോലുള്ളൊരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഇവിടെ ഓപ്പൺ സ്പേസിൽ നിന്നാൽ നമുക്ക് എന്താ പറയാ ജോധ്പൂർ ടൗൺ ഒക്കെ കാണാം. ജോധ്പൂർ ടൗണിന്റെ നല്ലൊരു വ്യൂ കാണാം. ദൂരെ ഉമൈദ് ഭവൻ പാലസും കാണാം. ഈ സാധനമാണ് ഇന്ന് രാവിലെ നമ്മൾ പോകാൻ പാളിപ്പോയ ഉമൈദ് ഭവൻ പാലസ്. ഇപ്പൊ അതൊരു താജ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഹോട്ടലാണ് പകുതി. പിന്നെ ബാക്കി മ്യൂസിയം ഉണ്ട്, അവിടെയൊക്കെ കയറി കാണാം. നമുക്ക് അൺലക്കി, വി ആർ അൺലക്കി. നമ്മൾ നേരത്തെ കയറി വന്ന ദൗലത് ഖാനെയാണ് താഴെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് കോട്ടയ്ക്ക് പുറത്തായിട്ട് ജോധ്പൂർ പരന്നിങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ജോധ്പൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കായ ഗണ്ടാഗർ മാർക്കറ്റും അതിൻ്റെ ക്ലോക്ക് ടവറും കാണുന്നത്. ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ അവിടെയും കൂടെ പോകണം എന്ന് വിചാരിക്കുന്നു. ബാൽക്കണിയുടെ മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കിയാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്പോട്ടായ ജസ്വന്ത് ആടയും ഇവിടുന്ന് കാണാം. ഇയാളെ കാലത്തായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വന്നപ്പോൾ വെച്ച ആളാണ് താക്കത്ത് ഖാൻ. അയാളെ ബെഡ്റൂം അതോ ദർബാറോ? കണ്ടിട്ട് ദർബാർ മാതിരി ഉണ്ടല്ലോ. പഴയ കാലത്തെ ലുഡോ ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അയാള് ബ്രിട്ടീഷുകാരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധാരണ സീലിംഗ് മിറേഴ്സ് ഉണ്ടാവില്ല ഇന്ത്യൻ കൊട്ടാരത്തില്. പക്ഷെ ഇയാള് ക്രിസ്മസ് ബോളുകൾ തൂക്കി. ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള ഇമേജസ് ആണ് വാളിലൊക്കെ ഉള്ളത്. സാധാരണ എല്ലാ വാളിലും റിലീജിയസ് കൃഷ്ണന്റെ ഒരു ഇമേജ് ആണ്, പക്ഷേ ഈ വാളിൽ ആൻഡ് റിലീജിയസ് ഇമേജസ് ആണ്. ഇവന്റെ പെയിന്റിങ്സ് ആണല്ലോ അതൊക്കെ. ബെഡിന്റെ മുകളിലുള്ളത് ഫാനാണ്. അത് പങ്കവാലകൾ ഇങ്ങനെ വലിക്കുമ്പോ അത് ബെഡാണ്. മനസ്സിലായി. ഉദയ്പൂരിലെ സിറ്റി പാലസിൽ നമ്മൾ കണ്ട പോലുള്ള ഇടുങ്ങിയ വഴികളൊക്കെ തന്നെയാണ് ഈ മെഹ്റാൻഗഡ് ഫോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് നടുമുറ്റങ്ങള്, ദർബാർ ഹാളുകള്, പലതരം മ്യൂസിയങ്ങള് ഇതെല്ലാം അടങ്ങിയതാണ് ഈ മെഹ്റാൻഗഡ് ഫോർട്ട്. ഇതെല്ലാം കൂടെ കണ്ടു തീരാൻ തന്നെ ഏകദേശം ഒരു അര ദിവസം ചുരുങ്ങിയത് നമുക്ക് വേണം. ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തൊട്ടിലുകള്. വിവിധ തരം തൊട്ടിലുകള് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് പറയാൻ കാരണം മറ്റൊന്നല്ല, ഇവരുടെ ഈ റെഡ് സാൻഡ് സ്റ്റോണിലും വൈറ്റ് മാർബിളിലൊക്കെ ചെയ്തു വെച്ച കൊത്തുപണികളൊക്കെ അതിഗംഭീര വർക്കാണ്. പാലസിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകളും കരകൗശല വസ്തുക്കളും ലെതറിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കുറെ നേരം സംസാരിച്ചു നിന്നു. ഇതൊക്കെ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ മറ്റേ നമ്മള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേപ്പറിലുണ്ടാക്കി. ടെറാക്കോട്ട ഒന്നല്ല, ടെറാക്കോട്ട സിമെന്റോ മണ്ണൊന്നല്ല, അതൊക്കെ പേപ്പറിലുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫോർട്ടിന്റെ ഉള്ളില് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങാണ്. ഇതിൽ കൂടെ തന്നെ എന്തപ്പോ ഞങ്ങള് വന്ന വഴിയാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കധികം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട്. ജോധ്പൂരിലെ മെഹ്റാൻഗഡ് ഫോർട്ടിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇത്ര കാണുള്ളൂ, ഇത്ര ഗ്യാപ്പ് ഉണ്ട്.
ഒരു 5 മീറ്ററോളം ഗ്യാപ്പ് ഉണ്ട്. ബാരിക്കേഡും ഈ പീരങ്കികളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് ദൂരത്തേക്ക് പോയാൽ. 2008 നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ കൂടിയ ജനങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് ഏകദേശം 225 പേർ മരിക്കുകയും 425ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന ചരിത്രമുള്ളൊരു അമ്പലമാണ് ഈ ചാമുണ്ഡദേവി ക്ഷേത്രം. വലിയൊരു കോട്ടമതിലും നടുവിലൊരു കുളം പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ ഫോർട്ടാണിത്. ഇവിടെ ബീരങ്കിന്റെ നമ്പർ ഓഫ് ബീരങ്കീസ് വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ വെടിവെച്ചിടാനുള്ള ഒരുപാട് ബീരങ്കികൾ. താഴെ സിറ്റിയാണ്. മെറങ് ഫോർട്ടിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച ആ ഉമൈദ് ഭവൻ പാലസ്. ആ തലയെടുപ്പോടെ അങ്ങനെ ആ മലേന്റെ നിറവില് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കയറാൻ പറ്റി, ഭാഗ്യം ഉണ്ടായില്ല. ഇവിടെ നല്ലൊരു ലോണും ഒക്കെ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒക്കെ ഫോർട്ടിന്റെ ഭാഗമാണ്. വലിയ മതിൽ, കോട്ടമതിലുണ്ട്. അവിടെ ലേഡീസിന് ടോയ്ലറ്റ് ആണ്. ഇവിടെ ഈ ഒരു നല്ല പച്ചപ്പുല്ലില് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് മരത്തിന്റെ തണലില്. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കണം. നേരം 4 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങാനുള്ള പ്ലാനിലാണ്. എല്ലാവരും വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും വലിയൊരു ഫോർട്ടിന്റെ വളരെ കുറഞ്ഞ അംശം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത്രങ്ങാനുണ്ട് ഈ ഫോർട്ട്. ഇതിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടെ തുറന്നു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫുള്ള് തുറന്നു കൊടുക്കണം. എന്തിനാ ഇങ്ങനെ അടച്ചിട്ടിട്ട്. പിന്നെ മെയിൻ്റെനൻസ് ആൾക്കാർ കയറി മെയ്യുന്ന വെച്ചിട്ടേക്കാരം. മെയിൻ്റെനൻസ് ഒക്കെ നോക്കിയിട്ട് കലാകാരൻ രാജസ്ഥാന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ചു കണ്ട് മെത്തേനു സമുജാവാൻ എന്ന് പറഞ്ഞുള്ള പാട്ട് വായിച്ചിട്ട് എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്നുണ്ട്. നമ്മളേതായാലും മടങ്ങാണ്. ജസ്വന്താടെന്ന് കണ്ടിട്ട് നേരെ നമ്മൾ ബ്ലൂ സിറ്റി കോറിഡോറിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫുഡ് അത് കഴിഞ്ഞിട്ടാക്കാന്ന് പറയുന്നുണ്ട് റമി. ഇവിടെ കുറച്ച് കലാകാരന്മാരിരുന്ന് കണ്ട് അവിടെ വരുന്നവർക്കൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ജസ്റ്റ് ഇങ്ങനെ എത്തിയതും അവരുടെ മൂഡ് മാറി. അവരൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു. ഒന്ന് കേട്ടോക്കൂ. അങ്ങനെ അവരുടെ പെർഫോമൻസിന് ശേഷം നമ്മൾ അവരൊന്ന് പരിചയപ്പെട്ടു. അവര് ജോധ്പൂരുള്ളവർ തന്നെയാണ്. അതിൽ കൂട്ടത്തിൽ ഒരാളുടെ പേര് യാസിൻ എന്നാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും അവർ നമ്മളോടൊപ്പം പങ്കുവെച്ചു. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കണ്ട് പുറത്തിറങ്ങിയിട്ട് ഫോർട്ടിനെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടം. അതിന്റെ പുറത്ത് ചുമർ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഓരോ കഥകൾ പറയുന്ന ചുമർ ചിത്രങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോരുന്നു. ഫോർട്ടിന്റെ കിട്ടിലും വ്യൂ കിട്ടണ ഈ ഏരിയക്കൊന്നും ആൾക്കാരെ കടത്തി വിടുന്നില്ല. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നത്. ഫോർട്ടിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. ബ്ലൂ ഇല്ല. ജോധ്പൂരിനെ ഇന്ത്യയുടെ ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടാൻ കാരണം പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ഉന്നത ജാതിക്കാരായ ബ്രാഹ്മിൻസ് അവരുടെ വീടുകൾക്കൊക്കെ നീല നിറം കൊടുത്തു. രണ്ടാമത്തത്, അവിടുത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീടുകൾക്കൊക്കെ നീല നിറം കൊടുത്തു എന്നും പറയുന്നു. മൂന്നാമത്തെ കാരണം, അവിടുത്തെ പ്രാണിശല്യത്തെ തുരത്താൻ വേണ്ടിയിട്ടും അവിടെ വീടുകൾക്കൊക്കെ നീല നിറം കൊടുത്തു എന്നും പറയപ്പെടുന്നു. മാനാങ്കർ ഫോർട്ട് എന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നത് സ്ഥലമാണ് ജസ്വന്ത് താഡ.
ഇതാണ് ജസ്വന്ത് താട. ഇത് ആക്ച്വലി ഒരു എന്തോ മക്കൾ എന്ത് രാജാവ് അയാളെ അച്ഛന്റെ മെമ്മറിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നീട് അതിനുശേഷം ഏത് രാജപുത്രന്മാർ മരിച്ചാലും അവരൊക്കെ അടക്കം ചെയ്യാൻ ഇവിടെയാണ്. 1899 മഹാരാജ സർദാർ സിംഗ് അദ്ദേഹത്തിന്റെ അച്ഛനായ ജസ്വന്ത് സിംഗിന്റെ ഓർമ്മക്കായിട്ട് പണി കഴിപ്പിച്ച ഒരു മന്ദിരമാണ് ജസ്വന്ത് താട. ഇത് പിന്നീട് അങ്ങോട്ട് മാർവാർ റോയൽ ഫാമിലിയുടെ ഒരു ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് മാറി. അവരുടെ ഏത് ആൾക്കാർ മരിച്ചാലും ഇവിടെയാണ് പിന്നീട് അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും മുന്തിയ ഇനം മാർബിളായ മക്രാന മാർബിൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് താജ്മഹൽ ഓഫ് മാർവാർ എന്നുള്ളൊരു പേരും ഇതിനുണ്ട്. ഇതിനകത്ത് മാത്രമല്ല പുറത്തും ഒരുപാട് ശവസംസ്കാരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുടീരങ്ങൾ പുറത്ത് നമുക്ക് കാണാനാവും. ഇതിന് ചുറ്റും നല്ലൊരു പാർക്കും ഒരു ലോണും ഒരു തടാകമൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് ആസ്വദിക്കാൻ പറ്റും. ഇതിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ജാളി വർക്കുകളും അതിന്റെ കൊത്തുപണികളും രജപുത് ആർക്കിടെക്ചറും മുഗൾ ആർക്കിടെക്ചറും കൂടി തമ്മിലുള്ള ഒരു മിശ്രിതമാണ് നമുക്ക് ഇവിടെ കാണാനാവുക. ഇവിടൊക്കെ പലരായിട്ട് അടക്കം ചെയ്തതാണ് അല്ലേ? കമ്പിക്കൊണ്ട് അവിടെ ബാക്കിലല്ലേ? ഏകദേശം നേരം 5 മണിയായി. ആൾക്കാരൊക്കെ ആട്ടുണ്ട്, സെക്യൂരിറ്റി. ഇവിടെ എന്തോ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ജസ്വന്ത് താടയോട് വിട പറയുകയാണ്. ഇനി നമുക്ക് ഫുഡ് അടിക്കണം, നിസ്കരിക്കണം, ബ്ലൂ സിറ്റി കോറിഡോർ കാണണം. ഫോട്ടൊന്നും ജസ്വന്ത് താടയും കഴിഞ്ഞാണ്ട് നമ്മൾക്ക് ബ്ലൂ കോറിഡോർ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ട ഒരു സംഭവമാണ് സ്റ്റെപ്പ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിനോ. 1740 ഉണ്ടാക്കിയതാണത്. ഇതിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഏകദേശം 200 അടിയോളം താഴ്ചയുണ്ട്. പണ്ട് കാലത്ത് പെണ്ണുങ്ങളുടെ ഒരു സോഷ്യലൈസേഷന്റെ മെയിൻ ഹബ്ബായിരുന്നു. ഇന്നിപ്പോ ഒരു പോപ്പുലർ ഇൻസ്റ്റഗ്രാമബിൾ ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് കാണുന്നുണ്ട്. ഇതാണ് ബ്ലൂ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളോടും തന്നെ ഒരു കൂട്ടർ ഫോട്ടോ എടുത്തരോ എന്ന് ചോദിച്ച് നമ്മളെ ഹെൽപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽസ് അവരുടെ സ്വന്തം എക്സ്പെൻസ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അല്ലാതെ ഗവൺമെന്റ് ഫണ്ടിങ്ങോ മറ്റു മുനിസിപ്പാലിറ്റി സഹായങ്ങളോ ഒന്നുമില്ല. നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. ഇതെല്ലാം അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഇതൊക്കെ ബ്ലൂ സിറ്റിന്റെ ഭാഗമാണ്. ഇതൊക്കെ കുറച്ച് പെയിന്റ് ഒക്കെ മങ്ങിയിട്ടുണ്ട്, കുറച്ച് പഴയതാ തോന്നുന്നത്. പക്ഷെ നമ്മളിപ്പോ വന്നത് എല്ലാ ചുമരിലും ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജോധ്പൂരിന്റെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ഞങ്ങൾ നിസ്കരിക്കാൻ ഒരു പള്ളിയും ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലും തിരഞ്ഞിറങ്ങി. നടക്ക്, നല്ല രസമുണ്ട് കാണാൻ. നാവില് വെള്ളം മുറുന്നുണ്ട്. ഞങ്ങൾ വിശന്ന് ഉച്ചക്കൊന്നും കഴിക്കാതെ 6:10 ഫുഡ് തപ്പി എല്ലായിടത്തും വെജിറ്റേറിയൻ, ജയിൽ ഫുഡ്. വെജിറ്റേറിയൻ 2 ദിവസം കഴിച്ച് മതിയായി. ഇവിടെ ശരിക്കും വീഡിയോ നമ്മളതൊന്ന് സൂക്ഷിച്ച് നോക്കി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കൂല. ഞങ്ങൾ ഇവിടുന്ന് നമ്മളൊരു ചിക്കൻ മുകളായി പറഞ്ഞിരുന്നു, അതാണ് കൊണ്ടുവരുന്നത്. എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റ് ആണിത്. അയ്യോ, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു ഫുഡിന്. അവിടെ നിന്ന് ഇങ്ങനെ നിരത്തി വെച്ച് നല്ല കളർഫുള്ളാക്കിയിട്ട് നിരത്തി വെച്ച് കണ്ടുകൊണ്ട് കയറിയതാണ്. കഴിച്ചിറങ്ങി 258 റുപ്യക്ക് ഞങ്ങൾ 6 റൊട്ടിയും ഒരു കറി 2 ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. ഭക്ഷണശേഷം നമ്മള് ചൂട് പാലും തേടി ഇറങ്ങി. നല്ല തണുപ്പല്ലേ, ഈ തണുപ്പത്ത് നല്ല മലൈ ദൂത് കുടിക്കണമെന്ന് വിചാരിച്ച് അതും തേടി ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ അതിന്റെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. തണുപ്പത്തല്ല, ചൂട് പാല്. ഞങ്ങളൊരു സ്വീറ്റ് ഷോപ്പ് കയറി. എന്താ തിരക്ക്! ഇവിടെ മധുരത്തിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്, സോഫ്റ്റി ഉണ്ട്, ബിസ്ക്കറ്റുകൾ ഉണ്ട്,
ബദാമുണ്ട്, മീൻസ് പേടകളുണ്ട്, ബർഫി ഉണ്ട്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. റമിക്ക് പറ്റിയ ഷോപ്പാ. എന്താ തിരക്കാണ്. ഈ അപ്പച്ചന് തന്നെ ഇവിടെ പണി. 4 പേര്, 3-4 പേര് ക്യാഷർ. എത്രങ്ങാനും ആൾക്കാരായിട്ട് ഉള്ളിൽ കയറും. ഇതാണ് റമിക്ക് എന്താണ് കേസർ പാല് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ജിലേബി വാങ്ങുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു പ്രത്യേക ഐറ്റമാണ് രഞ്ജിത്തിന് നമ്മൾ വാങ്ങിക്കൊടുക്കണത്. അതിന്റെ പേര് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പാലിന്റെ റബ്ദി വെച്ച് കണ്ടുണ്ടാക്കുന്ന ഗേവർ റബ്ദി മില്ലിലുണ്ട്. ഗേവർ റബ്ദി വെച്ചുകൊണ്ട് ആണ് നമ്മൾ രഞ്ജിത്തിന് വാങ്ങിക്കൊടുക്കണത്. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കേസർ ബദാമാണ്. അങ്ങനെ നമുക്ക് സാധനം കിട്ടി. നമുക്ക് പുറത്ത് നിൽക്കാം. അങ്ങനെ ഞങ്ങൾക്ക് സാധനം കിട്ടി. ഒരു പെരുന്നാപ്പള്ളിക്കുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും പെട്ടെന്ന് ആക്കണം കേട്ടോ. ഒരു 10-20-25 സ്റ്റാഫെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതെങ്ങനെയുണ്ട് കേസർ? അടിപൊളി. ഏലക്കായൊക്കെ എടുക്കണം. ഇപ്പോഴത്തെ ജിലേബി ഒരു പ്രത്യേക ടേസ്റ്റ്. എൻ്റെ മോൾക്കൂടെ എന്തൊക്കെ സാധനം എടുക്കണം. ഭയങ്കര വെരി തിൻ, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? നാട്ടിൽ നിന്ന് കിട്ടുന്ന മാതിരിയൊന്നുമല്ല, നല്ല ക്രിസ്പി. അങ്ങനെ പാലും ജിലേബിയും എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് വാങ്ങാൻ പോകുന്നത് ഒരു ജാക്കറ്റാണ്. നാളെ ജയ്സാൽമീർ പോവാണ്. അപ്പോൾ അവിടെ ഡെസേർട്ടിലെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു ജാക്കറ്റ് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ രഞ്ജിത്തിന്റെ റൂമിൽ പോവാണ്. നാളെ രാവിലെ എണീറ്റ് ജയ്സാൽമീർക്കുള്ള ട്രെയിൻ കയറും. അപ്പോൾ ഗുഡ് നൈറ്റ്.